ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ബ്ലോക്ക് ചെയ്തതാ. എന്റെ ബ്ലോക്ക് ലിസ്റ്റിൽ 7 വർഷം മഹിമ നമ്പ്യാർ ഉണ്ടായിരുന്നു. കഥ അറിയോ നിങ്ങൾക്ക്? എന്നെ 7 വർഷം ഉണ്ണിമൂന്തൻ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. മഹിമേനെയോ? യെസ്. കാരണം ജയഗണേഷ് അല്ല ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ. മാസ്റ്റർ പീസിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഒരുമിച്ച് അഭിനയിക്കുന്നത്. അതില് ഹി വാസ് ദ വില്ലൻ. ഞാൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. അപ്പൊ ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ വലിയ ഇന്ററാക്ഷൻ ഒന്നുമില്ല. ഉണ്ണി ഭയങ്കര ചൂടനായിരുന്നപ്പോ ഒന്നും സംസാരിക്കില്ല, ഒന്നും മിണ്ടില്ല. എൻ്റെ അടുത്ത് പേരെങ്ങാനും ചോദിച്ചു തോന്നുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങൾ അത്രയും ഇന്ററാക്ഷൻ ഉള്ളൂ ആകെപ്പാടെ. ഇത് കഴിഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ ഡോഗ്സിനൊക്കെ വളർത്തുന്നുണ്ട് വീട്ടില്. അപ്പൊ ഉണ്ണിക്കും ഡോഗ്സിനെ ഇഷ്ടമാണ്. അപ്പൊ എന്റെ ഡോഗിന്റെ ട്രെയിനർ അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾക്ക് റോട്ട് വെയിലേഴ്സിന്റെ അവര് ബ്രീഡ് ചെയ്യുന്നുണ്ട്, അപ്പം ഉണ്ണിക്ക് ഒരു റോട്ട് വെയിലറിനെ ഗിഫ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളത് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പേഴ്സണലി പരിചയമില്ല. അപ്പൊ എനിക്ക് ഉദയകൃഷ്ണൻ എനിക്ക് ഭയങ്കര പേഴ്സണലി നന്നായിട്ട് അറിയുന്ന ഒരാളാണ്, എൻ്റെ എല്ലാമാണ്, എൻ്റെ ഗോഡ് ഫാദറാണ്. അപ്പൊ പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഉണ്ണിമുദ്ര നേരിട്ട് പരിചയമില്ല, അപ്പൊ ഒന്ന് സംസാരിക്കണം, ഇങ്ങനൊരു മഹിമ വിളിക്കും എന്ന് പറയണം, ഈ ഒരു കാര്യം സംസാരിക്കാനാണ്, എനിക്ക് നമ്പറും തരണം എന്ന് പറഞ്ഞ് ഉദയേട്ടനാണ് എനിക്ക് നമ്പർ തരുന്നത്. അപ്പൊ ഞാനും ഉദയേട്ടനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഞാൻ ഉദയേട്ടനെ ഉദയേട്ടന്നല്ല വിളിക്കുക, ഞാൻ ഉദയാന്നാ വിളിക്കാം, ഞാൻ പേരെടുത്താ വിളിക്കാം, ഉദയാന്ന് വിളിക്കും. അപ്പം ഉണ്ണിയുടെ നമ്പർ തന്നു. അപ്പൊ ഞാൻ ഉണ്ണിക്കൊരു വോയിസ് നോട്ട് അയക്കാണ്. പിന്നെ ഉണ്ണി ഇതുപോലെ എന്നെ ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇങ്ങനെ ഒരു ഇത് കാര്യമൊക്കെ ഉണ്ട്. അപ്പൊ ഉദയനാണ് എനിക്ക് നമ്പർ തന്നത്. അപ്പൊ ഉദയൻ പറഞ്ഞു നേരിട്ട്. അപ്പൊ ഞാൻ ഈ പറയുമ്പോൾ 2-3 തവണ ഉദയൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് കാര്യം പിടികിട്ടണില്ല. ഇത് കഴിഞ്ഞ് പിന്നെ 2ാമത്തെ മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, എനിക്ക് അയക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഉദയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നീ ഉദയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിയാതെ പറയുമ്പോ വന്നുപോയി. എന്നിട്ട് ഉണ്ണി ഉദയേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, അവൾ എന്തൊരു അഹങ്കാരിയാണ്, അവൾ ഉദയാന്ന് വിളിക്കുന്നത്, ഇങ്ങനെയാണോ മുതിർന്നവരോട് സംസാരിക്കുന്നവർ? എന്നെ ബ്ലോക്ക് ചെയ്തു. ഞാൻ ബ്ലോക്ക് ചെയ്ത് ഞാൻ പിന്നെ അത് മറന്നു. പിന്നെ നോക്കിയപ്പോ നെക്സ്റ്റ് പിന്നെ സംഭവിക്കുന്നത് RDXല് പുള്ളിക്കാരത്തി ഭയങ്കര ഹിറ്റായി. അപ്പോഴാണ് ബ്ലോക്ക് ലിസ്റ്റ് മാറ്റിയത്. അപ്പൊ പിന്നെ അപ്പോഴുമല്ല, ആഡിയൻസ് ഒക്കെ ഹിറ്റായി. രഞ്ജിത്ത് സാർ എൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി കഥയൊക്കെ പറഞ്ഞ് മഹിമയാണ് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഇനി അവളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും. മറ്റേ മെസ്സേജ് ഇട്ട് ഹായ് സെൻഡ് മീ എ മെസ്സേജ് കമ്മിങ് ഓൺ ബോർഡ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ അൺബ്ലോക്ക് വന്നു. ടിങ്. ദൈവമേ, അന്ന് ബ്ലോക്ക് ചെയ്തതാ. 7 വർഷം ബ്ലോക്ക് ചെയ്ത് വെക്കുക. പീസ് കഴിഞ്ഞപ്പോ തന്നെ ബ്ലോക്ക് ചെയ്താ. യെസ്. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ സിനിമയുടെ ഷൂട്ടിന്റെ സമയത്താണ് അൺബ്ലോക്ക് ചെയ്തത്. ഞങ്ങൾ പൂജയുടെ സമയത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് വലിയ പരിചയമൊന്നും. അൺബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം അയച്ച മെസ്സേജ് എന്തായിരിക്കും? ഞാൻ ഈ പടത്തില് കോ പ്രൊഡ്യൂസർ ആണല്ലോ, ഞാൻ വിചാരിച്ചു ഇനി നമ്മളെ ഉപദ്രവിക്കരുത്. എനിക്ക് വന്ന മെസ്സേജ് RDXന് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ്, അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, വി ആർ വെരി ഹാപ്പി ടു ഹാവ് യു ഓൺ ബോർഡ്, ലെറ്റ്സ് റോക്ക് ദിസ് എന്നൊക്കെ. അപ്പൊ ഞാൻ 7 വർഷം ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പൊ ലെറ്റ്സ് റോക്ക് ദിസ് അല്ലേ.